ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ ഞങ്ങൾക്ക് നന്നാരി സർബത്ത് തന്നു കേട്ടോ അമ്മായി. മാമന് 2 ബേബീസിൻ്റെ അടിയിൽ കിടക്കുകയായിരുന്നു കേട്ടോ. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞിട്ട് രണ്ടാളും പാടെ കൂടിയിട്ട് ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് അവിടെ. അപ്പോൾ 2 കുട്ടികൾ നല്ല കളിപ്പിക്കലാട്ടോ. ഫോനൊന്ന് ജസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കൊരു ടോയൊക്കെ കൊടുത്തിട്ടോ. അമ്മോൻ്റെ വീട്ടിലൊരു മൗലൂദ് ഉണ്ടായിരുന്നു. ഇഷക്ക് പിന്നെ കമ്പനിക്ക് ചെറിയ അമ്മോൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ. ഒരു രണ്ടാളും അങ്ങനെ കമ്പനിയോട് കളിക്കായിരുന്നു. അവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. പൂച്ചക്കുട്ടീൻ്റെ പേര് കീയാണ്. അത് ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഉറങ്ങുന്നതായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഉച്ച ടൈമിൽ ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നത്. അപ്പോൾ വന്ന ടൈമിലേ ഉറങ്ങുകയാണ്. അത് ഒരു മണിക്ക് ഉറങ്ങിയിട്ട് 6 മണിക്ക് അത്ര നീക്കുക. അപ്പോൾ അത്രയും നേരം ഒന്നും ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങളൊരു 4:30-5 മണി ആയപ്പോഴത്തേന് അതിനെ ഉണർത്തിട്ടോ. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് ടി വി ഇട്ട് കൊടുത്തു കേട്ടോ. കാർട്ടൂൺ ഇട്ട് കൊടുത്തു. ഓലെ അതിന് സെറ്റിൽ പോട്ട് എഴുതിയിട്ട് ആകെ ഓടിപ്പാഞ്ഞ് കളിക്കായിരുന്നു. പിന്നെ പൂച്ചനെ ഞങ്ങൾ എണീറ്റ ഉടനെ അതിന് ഫുഡ് കൊടുക്കുക. അത്രയും നേരം ഉറങ്ങണതുകൊണ്ട് നല്ല വിശപ്പുണ്ടാവും അത്ര. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഞങ്ങളെ ആളെത്തി. ഐസുവിന് നല്ല ഇഷ്ടമായിട്ടോ പൂച്ചനെ പിന്നെ കളിപ്പിക്കുന്നതിന് അതിൻ്റെ പിന്നാലെ വേറെ ഇടാതെ നടക്കുന്നതായിരുന്നു കേട്ടോ. ഒരു പേടിയേ ഉണ്ടായില്ല. പിന്നെ അത് എടുത്തേക്കൊക്കെ വരുന്ന ടൈമിൽ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും വലിയ പേടില്ലാതെ കളിപ്പിക്കും. ഞങ്ങൾ മാറണ്ടേ ഞാവും പറഞ്ഞാണ്ട് കളിപ്പിക്കണേ. പിന്നെ കളിക്കൊക്കെ പറഞ്ഞാണ്ട് വേഗം നീച്ചൊക്കെ പോകുന്നു കേട്ടോ. പൂച്ചക്കും തന്നെ ഓന് നല്ല ഇഷ്ടമായി തോന്നുന്നു. ഓനൊപ്പം കളിക്കേണ്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ പൂച്ചൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ മാറ്റം കരുതിയാണ്ട് കുറേ നിന്നു. പൂച്ചൻ്റെ മെയിൻ ആളാണ് അവിടെ ഇരിക്കുന്നത്. പൂച്ച ഞങ്ങളെ വലിയ അമ്മോൻ്റെ വീടാട്ടോ. ഞങ്ങൾ ചെറിയ അമ്മോൻ്റെ വീട്ടിലാണ് മൗലൂദ് ഉള്ളത്. ആയിരം നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അമ്മോൻ്റെ വീട്ടിൽ പോയിട്ട്, അമ്മോൻ്റെ വീട് താഴെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ വന്ന ടൈമിൽ വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ചിക്കനും കാടിയും ഒക്കെ പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹെൽപ്പിന് ഒരാളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അമ്മായിയൊക്കെ ഇങ്ങനെ ഓരോരോ പണിയായിരുന്നു. പിന്നെ മൗലൂദൊക്കെ തുടങ്ങി കേട്ടോ. ഒരാൾ വെറും ഷോക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ പൊരിക്കുക കേട്ടോ. ചിക്കനൊക്കെ ഞങ്ങൾ ആ പൊരിക്കുന്ന ടൈമിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. മൗലൂദ് തുടങ്ങി പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് പോയിട്ടോ. മുകളിലിരുന്നു മൗലൂദ് നടന്നതിന് ഞങ്ങൾ അടിയിലിരുന്നു. കുട്ടീസിനൊന്നും മുകൾക്ക് ആക്കിയില്ല കേട്ടോ. മൗലൂദ് അവിടെയല്ലേ നടക്കുന്നത്. അപ്പോൾ സൗണ്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞാണ്ട് മൗലൂദ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേഗം ബിരിയാണി ദമ്മ് പൊട്ടിക്കായിരുന്നു. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ആവിയൊക്കെ പറക്കണേ. പിന്നെ എല്ലാതും ടേബിൾമൊക്കെ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഒരറിഞ്ഞു വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചിക്കൻ പൊരിച്ചതും കട പൊരിച്ചതും ബിരിയാണിയും തൈരും അച്ചാറും പുളിയിഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെക്കന്മാർ വേഗം വന്ന് നോക്കിയപ്പോൾ അതൊക്കെ സെറ്റാക്കി. ഞങ്ങളൊക്കെ സെറ്റാക്കി. ഞങ്ങൾ അതിനാണ് വേഗം വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പണി തരണ്ടല്ലോ പറഞ്ഞാൽ ഞങ്ങൾ വേഗം സെറ്റാക്കിയതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആദ്യം ആണുങ്ങളൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഇരുന്നത്, പെണ്ണുങ്ങൾ ഇരുന്നത്. എന്താ പറയുക, കുട്ടീസാളൊക്കെ ഓരോരോ ടോയ്സാൾ കൊടുത്തിട്ട് അവിടെ ഒതുക്കി കേട്ടോ. ആ ടൈമിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കസിൻസാളൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടി അനുസരിച്ചിരുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.